പ്രൈസലോ കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാം വാഴ്ത്തപ്പെടട്ടെ. ഈ നല്ല സമയത്ത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ രാജ്യങ്ങളുമായി ദൈവവചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. അല്പസമയത്തെ ദൈവവചന ചിന്തയ്ക്കായി ഒരു ദൈവവചന ഭാഗം വായിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. വളരെ അനുഗ്രഹിക്കപ്പെട്ട തിരുവെഴുത്താണ്. കാലാകാലങ്ങളായിട്ട് ദൈവത്തിൻ്റെ ദാസിദാസന്മാർ, ദൈവസഭ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന, നിങ്ങൾ ഒരുപാട് മെസ്സേജുകൾ കേട്ടിട്ടുള്ള ഒരു വാക്യമാണ് ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം എൻ്റെ 1-ാമത്തെ വാക്യം. ഞാൻ പലതവണ ഈ മെസ്സേജ് പറഞ്ഞിട്ടുണ്ട്. ഇന്ന് പറയുന്നതല്ല, ഈ വാക്യത്തിൽ നിന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രൈസ് ലോർഡ്. എത്ര നമ്മൾ പ്രസംഗിച്ചാലും മതി വരാത്ത പോലെ ശക്തമായ ദൈവിക ദൂതുകൾ അതിനകത്ത് അടങ്ങിയിരിക്കുന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവിന് ഈ കാലഘട്ടത്തിൽ നമ്മോടും ചിലതൊക്കെ സംസാരിക്കാനുണ്ട്. അപ്പൊ എല്ലാത്തിനും ഒരു ആദി ഉണ്ടെന്ന് പറഞ്ഞാലേ ഒരു തുടക്കമുണ്ട്. ദൈവം ചെയ്തിരിക്കുന്ന എല്ലാ പദ്ധതികൾക്കും തുടക്കമുണ്ട്. എന്നാൽ മനുഷ്യൻ ചെയ്യുന്ന പല കാര്യങ്ങൾക്കും തുടക്കവുമില്ല, അവസാനവുമില്ല. എവിടെ തുടങ്ങിയെന്നും എവിടെ അവസാനിപ്പിക്കണമെന്ന് പോലും അറിയാത്ത ആളുകളുണ്ട്. ഹല്ലേലൂയ. ഇവിടെ നാം ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്ന ആദിയിൽ എന്ന് പറയുന്ന ആ പ്രസ്താവനയുടെ ആഴം, ഹല്ലേലൂയ, കാലത്തിന് അധീനമായി ദൈവത്തിൽ തന്നെ മറഞ്ഞു കിടക്കുന്നതാണ്. പ്രൈസ് ലോർഡ്. അത് ദൈവം വെളിപ്പെടുത്തി തരുന്നതനുസരിച്ച് മാത്രമേ നമുക്കത് പ്രസംഗിക്കുവാനും അത് പഠിപ്പിക്കുവാനും കഴിയൂ. മനുഷ്യന്റെ സ്വന്തം ബുദ്ധി കൊണ്ടും കഴിവുകൊണ്ടും പരിജ്ഞാനം കൊണ്ടും വിദ്യാഭ്യാസങ്ങൾ കൊണ്ടും ലോകപരിചയങ്ങൾ കൊണ്ടും ദൈവവചനം വ്യാഖ്യാനിക്കാൻ പറ്റത്തില്ല. പലരും ബുദ്ധി കൊണ്ട് ദൈവവചനം വ്യാഖ്യാനിക്കുകയും പ്രസംഗിക്കുകയും ചെയ്യും. പക്ഷെ അതിനകത്ത് പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയില്ല. ദൈവവചന ശുശ്രൂഷ എന്ന് പറയുന്നത്, ദൈവവചന പ്രസ്താവനന്റെ പഠിപ്പിക്കൽ എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവ് നിറയപ്പെട്ട് ചെയ്യുമ്പോഴാണ് നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് വസിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ നല്ല ലീഡർഷിപ്പ്, നല്ലൊരു ടീച്ചിങ് നമ്മുടെ ഉള്ളിൽ നടത്തുവാൻ അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ നമ്മുടെ അതരങ്ങൾ കൂടെ നാം പുറത്തേക്ക് പറയുന്ന വചനങ്ങൾക്കകത്ത് പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഉണ്ടാകും. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. അപ്പം ദൈവത്തിന്റെ വചനമെല്ലാം അങ്ങനെ തന്നെയാണ്. ഇവിടെ നാം ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ ക്രിസ്തുവിന്റെ കരങ്ങൾ നാം പിടിച്ചുകൊണ്ട് ആമേൻ ഓരോ ദിവസവും നടക്കണം. യഹോവയായ ദൈവത്തിന്റെ കരങ്ങൾ എന്ന് പറഞ്ഞ കർത്താവായ യേശുക്രിസ്തുവിന്റെ കരങ്ങളിൽ പിടിച്ചുകൊണ്ട് പ്രഭാതത്തിൽ നാം നടപ്പ് ആരംഭിച്ചാൽ തിരിച്ച് നമ്മൾ വൈകിട്ട് കിടക്കിലേക്ക് വരുന്ന വരെ ആ കരത്തിൽ നിന്ന് വിടരുത്. ഒരു പ്രഭാതത്തിൽ ഒരു തുടക്കമാണ് ആദ്യം. അപ്പൊ ആദിയിൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ നമ്മുടെ ക്രിസ്തുവിന്റെ കരങ്ങളിൽ പിടിക്കുക എന്ന് പറയുന്നത് അത് നമ്മുടെ ജീവിതത്തിൽ വലിയൊരു വിടുതൽ തന്നെയാണ്. ഹല്ലേലൂയ. അപ്പൊ സ്നേഹവാനായിരിക്കുന്ന കർത്താവിനെ നാം ആശ്രയിച്ച്, കർത്താവ് ഈ പ്രഭാതത്തിൽ നിന്നിലൂടെ ഞാൻ തുടങ്ങുന്നു, അങ്ങനിൽ വസിച്ചുകൊണ്ട് എന്നെ വഴി നടത്തണമേ എന്ന് പറഞ്ഞ് നാം കർത്താവിന്റെ ഹിതത്തിന് നമ്മെ സമർപ്പിക്കുമ്പോൾ, ഹല്ലേലൂയ, ഈ ലോകത്തിൽ അനവധി ദുർഘട മേഖലകൾ നമുക്കെതിരെ കടന്നു വരുമ്പോൾ അതിലേക്ക് അതിജീവിപ്പാൻ നമുക്ക് കഴിയും. ഹല്ലേലൂയ. അപ്പൊ ഈ കാലഘട്ടത്തിൽ നമുക്ക് ദൈവത്തോട് ചേർന്ന് നടക്കണം. ഇത് വർത്തമാന കാലഘട്ടമാണ്. ഹല്ലേലൂയ. ഭൂതകാലത്തിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല. വരുന്ന ഭാവിയെക്കുറിച്ച്, ഭാവി കാലത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കും. ഈ വർത്തമാന കാലഘട്ടത്തിൽ നിനക്ക് തന്നിരിക്കുന്ന ആയുസ് മുഴുവനും ദൈവത്തോടൊപ്പം തുടങ്ങണം. പ്രൈസ് ലോർഡ്. ദൈവമില്ലാതെ നിന്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കരുത്. നമുക്കറിയാം, കേരളത്തിന്റെ, ഭാരതത്തിന്റെ, ലോക രാജ്യങ്ങളുടെ സ്ഥിതിഗതികൾ നോക്കിയാൽ അക്രമങ്ങൾ പെരുകിക്കൊണ്ടിരിക്കുക. കഴിഞ്ഞ ചില വർഷങ്ങളായിട്ട് ഭാരതത്തിൽ എത്രയോ ആയിരക്കണക്കിന് ക്രൈസ്തവരുടെ രക്തം ഊറ്റിയ മണ്ണാണ്, രക്തം കുടിച്ച മണ്ണാണ് ഈ ഭാരതം. അനവധി ഭക്തന്മാരുടെ രക്തം ഇവിടുന്ന് നിലവിളിച്ചുകൊണ്ടിരിക്കുക. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടില്ലേ, മണിപ്പൂരിൽ 3 ദൈവദാസന്മാരെ തൂക്കുധാരികളായിരിക്കുന്ന അക്രമികൾ വെടിവെച്ച് കൊന്നു. എത്ര നീചവും നികഷ്ടമായ പ്രവർത്തികളാണ്. ഹല്ലേലൂയ. ഇതൊക്കെ കാണുമ്പോൾ എന്നെ കേൾക്കുന്ന സ്നേഹിത, കാലമിനി അധികമില്ല. ദൈവത്തിന്റെ പ്രവചനങ്ങളെല്ലാം പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. ആമീൻ. അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ കടന്നു വരുന്നത് 2 തിമോഥെയോസിന്റെ 3:1 വായിക്കുന്നതിൽ ദുർഘട വേളകളാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രശ്നിക്കുന്നതിനെ, ആദിയിൽ ദൈവം ആകാശവും ഭൂമി സൃഷ്ടിച്ചു എന്ന് പറഞ്ഞതുപോലെ നിന്റെ ജീവിതത്തിന്റെ തുടക്കം ദൈവത്തോടു കൂടെ ആയിരിക്കണം. നിങ്ങളുടെ ജീവിതത്തിന്റെ തുടക്കം ദൈവത്തോടു കൂടെ ആയിരിക്കണം. ഏത് സമയത്ത് അപകടങ്ങൾ വരും, ഏത് സമയത്ത് അക്രമങ്ങൾ കടന്നു വരും, തീവ്രവാദികൾ, ഭീകരവാദികൾ എപ്പോൾ എഴുന്നേൽക്കും, ഇത് കണ്ടിട്ട് അനവധി ക്രൈസ്തവരുടെ രക്തം ചുരിയുന്നത് കണ്ടിട്ടും മൗനമായിരിക്കുന്ന ഭരണ സംവിധാനങ്ങൾ,
അല്ലേരി ഓർത്ത് നോക്കിയാട്ട് പ്രൈസലോ. അപ്പൊ നമുക്ക് ദൈവത്തോടൊപ്പം ചേരുവാൻ തുടങ്ങണം. അല്ലേരിയ. ഒപ്പം ലോകത്തിൽ നാം ജീവിക്കുമ്പോൾ, ഈ ഭൂമി ഞാൻ നിങ്ങൾ ജീവിക്കുമ്പോൾ, ദിവസത്തിന്റെ ആരംഭം മുതൽ ദൈവത്തിന്റെ ആ സാന്നിധ്യം, ദൈവിക കൃപയും ദൈവിക കരുണയും നമ്മളിൽ നിറയപ്പെട്ട് നിൽക്കണം. നമ്മളിവിടെ ജീവിക്കുമ്പോൾ ദൈവത്തിന്റെ സാന്നിധ്യം, ദൈവ കരുണ, ദൈവകൃപ, അവന്റെ മനസ്സലിവ് നമ്മളിൽ നിറയപ്പെട്ട് നിൽക്കുക തന്നെ ചെയ്യണം. അല്ലേരിയ. സൃഷ്ടാവിനോട് കൂടെ ചേർന്ന് മുമ്പോട്ട് പോകുവാൻ നമുക്ക് കഴിയണം. സൃഷ്ടാവിനോട് ചേർന്ന് മുമ്പോട്ട് പോകണം. നിങ്ങൾക്ക് ഒരുപാട് ഫ്രണ്ട്സുകളും ഒക്കെ ഉണ്ട്. അവരെല്ലാം നിങ്ങളെ ചതിക്കുമെന്നേ. അല്ലേരിയ. നിങ്ങളുടെ ഭൂമിയിലെ ഉറ്റ ചങ്കെന്ന് പറയുന്നവരെല്ലാം നിങ്ങളെ ചതിക്കുഴിയിൽ തള്ളിയിട്ട് പോകുമ്പോൾ, ഒരിക്കലും നമ്മെ ചതിക്കുഴിയിലേക്ക് തള്ളിയിട്ട് പോകാതെ നടക്കുന്ന നമ്മളെ സ്നേഹിക്കുന്ന നമ്മളെ ഉറ്റ ഫ്രണ്ട് അല്ലേരിയ കർത്താവായ യേശു ക്രിസ്തു ആയിരിക്കണം കേട്ടോ. യേശു ഒരിക്കലും നിങ്ങളെ ചതിക്കത്തില്ല. ലോകത്തിലുള്ള സകല മനുഷ്യൻ ചതിക്കും. പ്രൈസലോ. ചതിവിൽ വീണിട്ടുള്ളവരാണ് നല്ലൊരു ശതമാനം ജനങ്ങളും. പ്രൈസലോ. അല്ലേരിയ. അതുകൊണ്ട് നീ ചതിവിൽ അകപ്പെടാതെ നിന്റെ ജീവിതത്തെ നിനക്ക് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ, നിന്റെ കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ, ആദിയിൽ എന്ന് പറഞ്ഞ നിന്റെ കുടുംബത്തിനകത്തൊരു തുടക്കമുണ്ടാകണം. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, പ്രഭാതത്തിൽ നീ നിന്റെ മക്കളും പ്രഭാതത്തിൽ എഴുന്നേറ്റ് ദൈവസനിൽ ആദിയിൽ വന്നിരുന്ന് പ്രാർത്ഥിക്കണം. നിങ്ങളുടെ പ്രഭാതത്തിന്റെ തുടക്കം ആദിയാണല്ലോ. ഒരു കുടുംബത്തിനകത്ത് പ്രാർത്ഥനയുടെ ശബ്ദം ഉയരണം. നിന്റെ ശരീരമാകുന്ന കൂടാരത്തിൽ ദൈവം നിനക്ക് തന്നിരിക്കുന്ന ജീവനുണ്ടല്ലോ, അതിനെ നീ ഓർത്താൽ, നീ ശ്വസിക്കുന്ന വായു, നീ കാണുന്ന പ്രകാശം, നീ അനുഭവിക്കുന്ന സന്തോഷങ്ങൾ, സമാധാനം, നിന്റെ കുടുംബം, ജീവിതം, നിന്റെ നന്മകൾ, സമ്പത്തുകൾ, നിന്റെ അറിവുകൾ, ജ്ഞാനങ്ങൾ, പരിജ്ഞാനങ്ങൾ, നിന്റെ വിദ്യാഭ്യാസങ്ങൾ, നിനക്കുള്ള ലോക പരിചയങ്ങൾ, നിന്റെ സ്ഥാനമാനങ്ങൾ എല്ലാം നീ ഓർത്താൽ നീ ദൈവത്തിലേക്ക് മടങ്ങി വരണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ പലപ്പോഴും ദൈവത്തോട് ചോദിക്കാറുണ്ട്, കർത്താവേ, എന്തുകൊണ്ട് എന്നെ ചെറുപ്പത്തിൽ അങ്ങ് വിളിച്ച് വേർതിരിച്ചില്ല? എന്തുകൊണ്ട് ഈ സ്നേഹം എനിക്ക് എൻ്റെ ചെറുപ്പകാലം തൊട്ട് അനുഭവിക്കാൻ കഴിഞ്ഞില്ല? എൻ്റെ 36 വയസ്സിൽ ലോകമനുഷ്യനെ ജീവിച്ച് ലോകപ്രകാരം നടന്നവനാ. ആ 36 വർഷം എനിക്ക് പാഴായിപ്പോയില്ലോ എന്ന് ഞാൻ പലപ്പോഴും ദൈവത്തോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ദൈവാത്മാവിനോട് പറയുന്നത്, മോനെ, അതിനൊക്കെ ഒരു സമയമുണ്ട്. നിന്റെ ജീവിതം അങ്ങനെ പോകുമ്പോൾ, അല്ലെങ്കിൽ ഞാൻ നിന്നെ ശ്രദ്ധിച്ചു കൊണ്ടിരുന്നു. എന്നാൽ നിനക്കൊരു തുടക്കം തരുവാൻ, ഒരു ആദി തരുവാൻ ഞാൻ ആഗ്രഹിച്ചപ്പോൾ ഞാൻ നിന്നെ സ്പർശിച്ചു, ഞാൻ നിന്നെ തൊട്ടു. ഹല്ലേലൂയ. നീ എനിക്ക് വേണ്ടി സമർപ്പിക്കപ്പെട്ടു. ഹല്ലേലൂയ. നീ എൻ്റെ സാന്നിധ്യം, എൻ്റെ കൃപയും എൻ്റെ കരുണയും അനുഭവിപ്പാൻ നീ തയ്യാറായി വന്നപ്പോൾ ഞാൻ നിന്നോടുകൂടെ തുടങ്ങി, ഞാൻ നിന്നോടുകൂടെ ആരംഭിച്ചു. ഇന്ന് നീ എന്നോടുകൂടെയാ, ഞാൻ നിന്നോടുകൂടെയാണെന്ന് ആ ദൈവശബ്ദം എനിക്ക് കേൾക്കുവാൻ കഴിഞ്ഞു. ഹല്ലേലൂയ. ഞാൻ വളരെ സന്തോഷവാനായി മാറി. ഹല്ലേലൂയ. കാരണം നമുക്കിവിടെ പണമല്ല പ്രാധാന്യം, പണവും സ്ഥാനവും മാനങ്ങളോ ഒന്നുമല്ല പ്രിയനെ പ്രാധാന്യം എന്ന് പറയുന്നത്. ഇവിടെ കർത്താവ് നമ്മൾ കൂടെ ഉണ്ടോ എന്നുള്ളതാണ്. അപ്പൊ ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ച ആ ദൈവത്തിന്റെ സാന്നിധ്യം ഓരോ ദിവസവും ഈ ഭൂമിയിൽ ഉടനീളം നിറഞ്ഞു നിൽക്കുകയാണ്. ഹല്ലേലൂയ. പലരും പറയുന്നു ഈ ഭൂമിയൊക്കെ അങ്ങ് പൊട്ടിമുളച്ചുണ്ടായതെന്ന്. വിവരക്കേട് വിളിച്ചു പറയുന്നവരുണ്ട്. ഹല്ലേലൂയ. പൊട്ടിമുളച്ചതുണ്ടായതല്ല, നമ്മുടെ ദൈവം സൃഷ്ടിച്ചതാകട്ടോ. ഹല്ലേലൂയ. ഇവിടെ വേദപുസ്തകം പഠിക്കുമ്പോൾ നമുക്ക് കാണാം, ആരംഭ വചനത്തിലും അവസാന വചനത്തിലും കർത്താവിന്റെ സ്ഥാനം പിടിച്ചിരിക്കുന്നു. ആദി ദൈവമെന്ന് ഉൽപ്പത്തി പുസ്തകത്തിൽ 1:1 വായിക്കുമ്പോൾ, അവസാനം വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായം അതിന്റെ 20-21 വാക്യത്തിലേക്ക് വരുമ്പോൾ ആമേൻ എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. ആമേൻ എന്ന വാക്കോടുകൂടി വേദപുസ്തകം അവസാനിക്കുക. ആദി അവസാനം വരുമ്പം ആമേൻ എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിക്കുന്നു. എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ സാന്നിധ്യം ഉൽപ്പത്തി പുസ്തകത്തിന്റെ പ്രാരംഭം തൊട്ട് പുസ്തകം അവസാനിക്കുന്നിടം വരെ ആ കർത്താവിന്റെ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുക. അതുപോലെ തന്നെ എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നീ ശൈശവത്തിൽ ഈ ഭൂമിയിലേക്ക് ജനിച്ച നാള് തൊട്ടല്ലേരിയ ഇനി നിന്റെ ജീവിതം ഇവിടെ അവസാനിക്കുന്നിടം വരെ ആദിയിൽ നിന്ന് തുടങ്ങി അവസാനം ആമിൽ നമ്മൾ കേട്ടതുപോലെ നിന്റെ കൂടെ ദൈവം അവസാനം വരെ ഉണ്ടായിരിക്കണം. ഹല്ലേലൂയ. നമ്മൾ ശൈശവത്തിൽ അമ്മയുടെ ഉദരത്തിൽ നിന്ന് പുറത്തേക്ക് വന്നപ്പോൾ ഇരുന്ന രൂപവും ഭാവവും ഒന്നും അല്ലല്ലോ ഇപ്പോഴെന്ന് പറയുന്നത്. അമ്മയുടെ ഉദരത്തിൽ നിന്ന് പുറത്തേക്ക് വന്നപ്പോൾ കണ്ണ് തുറക്കാത്ത, ഹല്ലേലൂയ, ലോകത്തെക്കുറിച്ച് ഒന്നും അറിയാത്ത, ലോകത്തിന്റെ ഊരിഷ്ടങ്ങൾ അറിയാത്ത, ഇരുളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് വന്നെന്ന് പറഞ്ഞ പോലെ അമ്മയുടെ ഉദരത്തിൽ പുറത്തേക്ക് വന്ന ശൈശവ പ്രായം. ആ ശൈശവ പ്രായം തൊട്ട്, ഹല്ലേലൂയ,
നമ്മെ പോറ്റുന്നവൻ, പുലർത്തുന്നവൻ, നമ്മെ കൈപിടിക്കുന്നവൻ, നമ്മുടെ ശൈശവം കഴിഞ്ഞു, ബാല്യം കഴിഞ്ഞു, കൗമാരം കഴിഞ്ഞു, യൗവനത്തിലെത്തി, വാർദ്ധക്യത്തിലെത്തി, ഹല്ലേലൂയ, ഈ കാലം അത്രയും നമ്മെ കൈപിടിച്ച് നടത്തിയത് സൃഷ്ടമായ ദൈവമാണ്. ഹല്ലേലൂയ. നിന്റെ കഴിവോ ആരോഗ്യമോ നിന്റെ പ്രൗഢിയോ, നീ ജിമ്മിൽ പോയത് കൊണ്ടോ, നീ വലിയ മസിൽ പവർ ഉള്ളവരായതുകൊണ്ടോ, നീ കഴിക്കുന്ന ഫുഡിന്റെ ശക്തി കൊണ്ടോ ഒന്നും അല്ല നീ ഇത്രയും നടന്നത്. എൻ്റെ കർത്താവ് നിന്നെ കരം പിടിച്ചതാണ്. ചിലൊക്കെ പറയുന്നു ഞങ്ങളങ്ങ് ജിമ്മിൽ പോയി ഞങ്ങളുടെ ശരീരത്തെ വഴക്കിയെടുത്ത് ഞങ്ങൾ വലിയ മസിൽ പവർ ഉള്ളവരാ, അല്ലെങ്കിൽ എന്തൊക്കെ പറയാറുണ്ട്. എൻ്റെ സഹോദര, നീ ജിമ്മിൽ പോയാലും നിന്റെ മസിൽ പവറൊക്കെ നീ വളർത്തിയെടുത്താലും ദൈവം നീ എടുക്കുന്ന ശ്വാസം തിരിച്ചുവിടാൻ നിനക്ക് കഴിയുന്നില്ലെങ്കിൽ, ദൈവം നിനക്ക് തരുന്ന ശ്വാസമേ അത് നീ അകത്തേക്ക് എടുത്ത് തിരിച്ചുവിടാൻ നിനക്ക് പറ്റുന്നില്ലെങ്കിൽ, അല്ലേലിയ, നിന്റെ സ്ഥിതി കട്ടപ്പോക തന്നെയാ. അല്ലേലിയ. അപ്പൊ നിങ്ങളുടെ ശൈശവ പ്രായത്തിൽ ഇരുന്ന അനുഭവം അല്ലല്ലോ നിങ്ങൾ ഓരോരുത്തരും ഇപ്പം, അല്ലെങ്കിൽ നിങ്ങൾക്ക് മാറ്റം വന്നില്ലേ? നിങ്ങൾ വളരും തോറും നിങ്ങൾക്ക് രൂപമാറ്റങ്ങൾ വരും, രൂപഭാവ വ്യത്യാസങ്ങൾ വരുന്നത് പോലെ എന്നെ കേൾക്കുന്ന ശ്രോതാവേ, നിന്റെ ജീവിതത്തിന്റെ ആരംഭം തൊട്ട് ശൈശവം തൊട്ട് ഇപ്പോൾ നീ ആയിരിക്കുന്ന സാഹചര്യം വരെയും ദൈവം നിന്നോട് കൂടെ ഉണ്ടായിരിക്കണം. പ്രൈസറോ, കർത്താവിനോട് കൂടെ ഉണ്ടായിരിക്കണം. ഞാൻ വളരെ സങ്കടത്തിൽ അതൊക്കെ പറഞ്ഞു കേട്ടോ. എനിക്ക് കർത്താവിനെ കുറച്ച് കാലമേ സ്നേഹിക്കാൻ പറ്റുള്ളൂ, 25 വർഷം. അല്ലെങ്കിൽ അതാ ഞാൻ ആദ്യം പറഞ്ഞ എൻ്റെ ഒരുപാട് വർഷം നഷ്ടപ്പെട്ടു പോയി. പക്ഷെങ്കിലും ഞാനിപ്പോഴും സന്തോഷവാനാണ്. കാരണം എന്നെ തേടിയെത്തൊരു ദൈവമുണ്ട്. സ്വർഗം വിട്ട് ഭൂമിയിലേക്ക് വന്നു. അവൻ ദൈവപുത്രനായിരുന്നിട്ടും മനുഷ്യപുത്രനായി. ഹല്ലേലൂയ. അവൻ ഈ ഭൂമിയിലേക്ക് വന്നു. ലോക സ്ഥാപനത്തിന് മുമ്പേ എന്നെ ക്രിസ്തുവിൽ തെരഞ്ഞെടുത്ത ദൈവം സമയമായപ്പോൾ എൻ്റെ വലങ്കൈ പിടിച്ചിട്ട് പറഞ്ഞു, മകനെ ഇവിടെ നിന്ന് തുടങ്ങിക്കോ. ഹല്ലേലൂയ. ഞാൻ എൻ്റെ കർത്താവിനോട് കൂടി തുടങ്ങി. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നീ കർത്താവിനോട് കൂടിയാണോ നിന്റെ കുടുംബത്തിന്റെ തുടക്കം, നിന്റെ യാത്രയുടെ തുടക്കം, നിന്റെ ജോലിയുടെ തുടക്കം, നിന്റെ മക്കളുടെ തുടക്കം? നീ ഏത് മേഖലയിൽ കടന്നു പോകുന്ന അവിടെയെല്ലാം നീ ക്രിസ്തുവിനോട് കൂടെയാണോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ക്രിസ്തുവിലേക്ക് വരണം എന്ന് പറഞ്ഞാൽ ആദിയിൽ നിന്ന് വേദപുസ്തകം തുടങ്ങി അവസാനം ആമേൽ നിന്ന് അവസാനിക്കുന്നു. ഹല്ലേലൂയ. അപ്രകാരമായിരിക്കട്ടെ നിങ്ങളുടെ ജീവിതം ദൈവമായിട്ട് ആരംഭിച്ച ദൈവത്തോടു കൂടെ അവസാനിപ്പിക്കണം. നിങ്ങളുടെ ജീവിതം കർത്താവിനോട് കൂടെ ആരംഭിച്ച് കർത്താവിനോട് കൂടി അവസാനിപ്പിക്കണം. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ നിങ്ങൾക്ക് കഴിയട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന. സ്തോത്രം. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് കേട്ടോ. ഞാൻ ഈ പ്രാർത്ഥിക്കുക എന്നൊക്കെ പറയുമ്പോൾ ഞാൻ എൻ്റെ സ്വാർത്ഥതയ്ക്ക് പറയുന്നതല്ല. ഹല്ലേലൂയ. ഞാൻ ഒരാളുടെ ഒരു പ്രാർത്ഥന വിഷയമൊക്കെ ഏറ്റെടുത്താൽ ഓർക്കുമ്പം പ്രാർത്ഥിക്കാമെന്ന് പറയത്തില്ല. ഞാൻ എന്നോട് പ്രാർത്ഥന വിഷയം ആരെങ്കിലും പറഞ്ഞാൽ ഞാൻ അവരോട് പറയുന്നത് എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങളുടെ വിഷയങ്ങളൊന്ന് എഴുതിയിട്ടേരെ, എനിക്ക് വാട്സപ്പിൽ നോക്കി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാമല്ലോ. പ്രൈസ്. അതിനൊരു മീഡിയ ദൈവം അതൊക്കെ ദൈവം നമുക്ക് തന്നതാണ്. അത് ദുർവിനിയോഗം ചെയ്യുന്നവരുണ്ട് കേട്ടോ. ഹല്ലേലൂയ. സ്തോത്രം. അപ്പൊ ഇവിടെ നമ്മൾ നമ്മുടെ ജീവിതത്തിന്റെ തുടക്കം അല്ലെങ്കിൽ ദൈവത്തോടു കൂടി അവസാനിപ്പിക്കുന്ന ദൈവത്തോടു കൂടിയായിരിക്കണം. എന്നാൽ ഈ കാലഘട്ടത്തിലേക്ക് നമ്മൾ വീണ്ടെടുക്കപ്പെട്ട പല ദൈവമക്കളും ആമീൻ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ജീവിതം ആരംഭിച്ചിട്ട് അവസാനം ജഡത്തിൽ വന്ന് നിൽക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് ഗലാത്യ ലേഖനം വായിക്കുമ്പോൾ കാണുന്നത്. ഗലാത്യ ലേഖനം 3-ാം വാക്യം, ആത്മാവ് കൊണ്ട് ആരംഭിച്ചിട്ട് ഇപ്പോൾ അലിയ ആമീൻ ജഡപ്രകാരം അല്ലേലൂയ. സ്തോത്രം. ആമീൻ ജഡപ്രകാരം സമാപിക്കുന്നത് ആത്മാവ് കൊണ്ട് ആരംഭിച്ചു പറയും. പക്ഷെ ഇപ്പം ജഡം കൊണ്ട് അവസാനിച്ചിരിക്കുക. പണ്ട് വിശ്വാസത്തിലേക്ക് വളർന്നപ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷിതാവും പിതാവായി സ്വീകരിച്ച് ദൈവസ്ഥലേക്ക് വന്നപ്പോൾ വളരെ ഭക്തി, ഭയങ്കര വിശ്വാസം, വളരെ സമർപ്പണം, വേർപാടൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ ഹല്ലേലൂയ മനുഷ്യന്റെ ജീവിതത്തിൽ മാറ്റം വന്നപ്പോൾ, നന്മകൾ ദൈവം തന്നു തുടങ്ങിയപ്പോൾ, അനുഗ്രഹങ്ങൾ തന്നു തുടങ്ങിയപ്പോൾ ആദിയിൽ നിന്നുള്ള അനുഭവം മാറി കർത്താവിനോടുള്ള ആരംഭം മാറ്റിയിട്ട് ഇപ്പം പലരും ജഡത്തിൽ അവസാനിച്ച് നിൽക്കുകയാണ്. ആത്മാവ് കൊണ്ട് ആരംഭിച്ചത് ഇപ്പം പലരും ജഡത്തിലാണ്. അല്ലെങ്കിൽ പലരുടെയും വാക്കുകൾ കേൾക്കുമ്പം പലരുടെയും വലിയ കാര്യങ്ങൾക്ക് അറിയത്തില്ലേ. ഞാനുമായിട്ട് അടുത്ത സ്നേഹബന്ധത്തിൽ ഒരു ദേവദാസിനി കഴിഞ്ഞ ദിവസം എൻ്റെ വീട്ടിലുണ്ട് കേട്ടോ. അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മകളുടെ വിവാഹം നടന്നു. അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മകളുടെ വിവാഹം നടന്ന നിശ്ചയമായിട്ടും അദ്ദേഹം എന്നെ വിളിക്കേണ്ടതാണ്. അല്ലെങ്കിൽ കാരണം ഞാൻ അടുത്ത സുഹൃത്തുക്കളാണ്. പക്ഷെ അദ്ദേഹത്തിൻ്റെ മകളുടെ വിവാഹമായെന്ന് ഞാൻ അറിഞ്ഞില്ല. എന്നോട് വേറൊരു പാസ്റ്റർ വിളിച്ചിട്ട് ചോദിച്ചു, പാസ്റ്റർ ഇന്ന് നമ്മുടെ പാസ്റ്റർ മകളുടെ വിവാഹം നിശ്ചയമാണോ, കല്യാണമാണോ പാസ്റ്റർ? ഞാൻ പറഞ്ഞു ഇപ്പോഴാണ് ഞാൻ കേൾക്കുന്നുണ്ട് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്.
അത് കഴിഞ്ഞ് ചില ദിവസം ഈ പാസ്റ്റർ സോറി കേട്ടോ, ഞാൻ തിരക്കുണ്ടാക്കി എല്ലാവരും വിളിച്ചു, പാസ്റ്റർ വിളിച്ചത്. ഞാൻ പറഞ്ഞു, എൻ്റെ പാസ്റ്റർ എനിക്കതിനകത്തൊരു പ്രശ്നമില്ല, ഒരു കല്യാണത്തിന് കൂടിയില്ല എന്നും പറഞ്ഞ് അല്ലെങ്കിൽ ഇവിടെ അത്രമാത്രം സോറിക്ക് ഒരു വിഷയമുണ്ടോ? അല്ലെങ്കിൽ സോറി പറയേണ്ട കാര്യമുണ്ടോ? നമുക്കൊരു കല്യാണം വരാനുണ്ട്, കുഞ്ഞാടിൻ്റെ കല്യാണം വരാനുണ്ട്. അതുകൊണ്ട് ഭൂമിയിലെ കല്യാണം ഇതൊക്കെ നല്ലതാണെങ്കിൽ ശ്രേഷ്ഠതയൊക്കെ കൊടുക്കണമെങ്കിൽ നിങ്ങളെന്നെ വിളിച്ചില്ല, എനിക്ക് പ്രശ്നമില്ല. കുഞ്ഞാടിൻ്റെ കല്യാണത്തിന് എന്നെ ദൈവം വിളിച്ചിരിക്കുക, ഞാൻ അതിലുണ്ടാകും. ഹല്ലേലൂയ. നമ്മുടെ ഈ വിശ്വാസികൾക്കും എല്ലാവർക്കും ഉള്ള കേട്ടോ, ഒരു മനുഷ്യനെ എന്ത് ചീത്ത പറയണമെങ്കിൽ, ഒരു മനുഷ്യനെ എവിടെന്നെങ്കിലും ഒഴിവാക്കണമെങ്കിൽ അങ്ങ് ഒഴിവാക്കും. എനിക്ക് നിങ്ങളോട് ഒരു വൈരാഗ്യമുണ്ട്, ഒരു പ്രതികാരമുണ്ടെങ്കിൽ നിങ്ങളെ വന്ന് ഞാനങ്ങ് ഭയങ്കര ചീത്ത പറയും. എൻ്റെ വായി പഠിച്ചതും എനിക്ക് ഇഷ്ടമുള്ളതെല്ലാം ഞാൻ നിങ്ങളെ പറഞ്ഞ് നിങ്ങളെ അങ്ങ് വേദനിപ്പിക്കും. ഇനി നിങ്ങളെ വിളിക്കേണ്ട സ്ഥാനത്ത് നിങ്ങളെ മനഃപൂർവ്വം ഒഴിവാക്കിച്ച് നമ്മൾ ഇങ്ങോട്ട് വന്നിട്ട് 2 ദിവസം കഴിഞ്ഞാൽ കാര്യങ്ങൾ കഴിഞ്ഞ് ഇങ്ങോട്ട് വരച്ച് നമ്മളൊരു ലോറി പറച്ചിലുണ്ട്. ലോറി എന്ന് പറയുന്നത് സോറി. നമ്മൾ പഠിച്ചു വെച്ചൊരു ശീലം, അതങ്ങ് നിർത്തണം കേട്ടോ. ഒരുവനെ നിങ്ങൾക്ക് തോന്നാവുന്ന തെറി, നിങ്ങൾക്ക് പറയാവുന്ന തെറി, അസഭ്യമുള്ള എല്ലാ ചീത്ത വാക്കുകളും നിങ്ങൾ അവനെ ഒഴിവാക്കിയിട്ട് പിന്നെ നിങ്ങൾ വന്നിട്ട് ഈ സാധനം പറയരുത്. നിന്നെപ്പോലെ ഒരു മൂടൻ, നികൃഷ്ടൻ. ഞാൻ അതിനകത്ത് വ്യത്യസ്തൻ, ഞാനത് പറയില്ല. ഇനി ഞാൻ ആരോട് സോറി പറയാൻ തുടങ്ങുന്നില്ല. ഞാൻ എൻ്റെ സോറി പറയണമെങ്കിൽ അതുപോലെ ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്യണം. അല്ലാതെ ചുമ്മാ നമ്മളിത് ഇപ്പോൾ എല്ലാവരും വൈരാഗ്യം തീർത്ത് സോറി പറഞ്ഞ ദൈവം അത് കേൾക്കണമെന്നുണ്ടോ? അല്ലേ? അങ്ങനെയുള്ള കുറെ മൂഢജാതികളുണ്ട്, ഫ്രൈസുകൾ. അവരൊന്നും ആത്മാവ് കൊണ്ട് ആരംഭിച്ച് ജഡത്തിൽ ആത്മാവിൽ അവസാനിപ്പിക്കുന്നവരല്ല, അവരുടെ ആത്മാവ് കൊണ്ട് ആരംഭിച്ച് ജഡത്തിൽ അവസാനിക്കുന്നവരാണ്. അങ്ങനെയൊക്കെ ഒരുപാട് ആളുകളുണ്ട് കേട്ടോ. ഹല്ലേലൂയ. അപ്പൊ നിങ്ങൾ കർത്താവിനോട് കൂടെ ആരംഭിച്ച് കർത്താവിനോട് കൂടി അവസാനിപ്പിക്കണം. ഹല്ലേലൂയ. അപ്പോൾ ഈ നിങ്ങളുടെ ജീവിതകാലം മുഴുവൻ കർത്താവ് നിങ്ങളോട് കൂടെ ഇരിക്കും. നിങ്ങളുടെ ജീവിതകാലം മുഴുവൻ കർത്താവ് നിങ്ങളോട് കൂടെ ഇരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിങ്ങളുടെ ജീവിതകാലം മുഴുവൻ കർത്താവ് നിങ്ങളോട് കൂടെ ഉണ്ടെന്ന് പറയാൻ നിങ്ങൾക്ക് കഴിയും. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, എന്നെ കേൾക്കുന്ന മാതാവ് പിതാവ്, നിന്റെ ജീവിതകാലം മുഴുവൻ യേശു നിന്നോട് കൂടെ ഉണ്ടെന്ന് നിനക്ക് പറയാൻ കഴിയും. വിശ്വാസികളും ചോദിക്കട്ടെ, വിശ്വാസിയുടെ പട്ടം ധരിച്ചുകൊണ്ട്, പ്രച്ഛന്ന വേഷമൊക്കെ ധരിച്ചുകൊണ്ട്, ക്ലീൻ ഷേവൊക്കെ ചെയ്ത് മുടിയൊക്കെ നന്നായിട്ട് വാരിക്കെട്ടി നല്ല വെള്ളയൊക്കെ ധരിച്ചു പോകുന്ന ആണും പെണ്ണും യുവക്കന്മാരും വാർദ്ധക്യരായിരിക്കുന്ന എല്ലാവരുടെയും ചോദിക്കട്ടെ, നിന്റെ ജീവിതത്തിന്റെ ആദ്യ തൊട്ട് അവസാനം വരെ യേശുവിനോട് കൂടെയാണോ നീ? അതൊക്കെ ചോദിച്ചാൽ നിങ്ങൾ എന്നെ ചെയ്താൽ മതി. ഇതിപ്പം നിങ്ങളെ പറഞ്ഞ് ധരിപ്പിക്കേണ്ട കാര്യമുണ്ടോ, നിങ്ങളോട് പറയേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ ചോദിച്ചാലൊന്നും എന്നെ സംബന്ധിച്ച പ്രശ്നമൊന്നുമില്ല കേട്ടോ. നീ ജീവിത വിശുദ്ധിയിലേക്ക് മടങ്ങി വരണം, അല്ലെങ്കിൽ നിനക്ക് നിത്യത നഷ്ടപ്പെടും സോദാവി. നീ ഇവിടെ തട്ടാമ്പൂട്ടി കളിച്ച്, നീ ഇവിടെ സോറിയൊക്കെ പറഞ്ഞ് പറയേണ്ടതും പ്രവർത്തിക്കെല്ലാം പ്രവർത്തിച്ച് നടന്നിട്ട് അവസാനം നീ സോറി എന്നും പറഞ്ഞാൽ നിന്നെ കർത്താവ് അംഗീകരിക്കത്തില്ല. നിന്റെ ജീവിതകാലം മുഴുവൻ യേശുവിനോട് കൂടെ ഉണ്ടോ? നിന്റെ ജീവിതകാലം മുഴുവൻ യേശുവിനോട് കൂടെ ഉണ്ടെങ്കിൽ ആമേൻ, നീ ജയാളിയാണ്. കാഹളം ധ്വനിക്കുമ്പോൾ നിന്റെ ആത്മാവ് കാഹളനാദം കേൾക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എല്ലാവർക്കും അതൊന്നും ഇതുവരെ മനസ്സിലാകുന്നില്ല. കർത്താവ് ഗംഭീര നാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ മധ്യാകാശത്ത് ഇറങ്ങി വരുമെന്ന് പറയുമ്പോൾ നമ്മൾ ഓർക്കുന്നത് വലിയ മയക്ക് കെട്ടി അനൗൺസൊക്കെ ചെയ്ത് വലിയ ചെണ്ടമേളത്തോടെയൊക്കെ വരുമെന്നാണ്. നമ്മൾ ഈ കട ഉദ്ഘാടനമൊക്കെ കണ്ടിട്ടില്ലേ? കട ഉദ്ഘാടനം കണ്ടുമ്പോൾ വലിയ സെലിബ്രിറ്റികളെയൊക്കെ കൊണ്ടുവന്നിട്ട് വലിയ ചെണ്ട, വലിയ ഇന്നത്തെ ഒരുപാട് ഇടിമുഴക്കം പോലെ കൊട്ടി ശബ്ദം കേൾപ്പിക്കുന്ന ഒരുപാട് സാധനമുണ്ടല്ലോ. അതും വലിയ കാഹളമൊക്കെ ഊതിക്കൊണ്ട് കട ഉദ്ഘാടനം നടന്നുകൾ കണ്ടിട്ടില്ലേ? അല്ലെ എന്ന് പറഞ്ഞാല് അങ്ങനെ കർത്താവ് വരുന്ന പലരുടെ ചിന്ത അങ്ങനെയല്ല കേട്ടോ. കർത്താവ് അങ്ങനെയല്ല വരുന്നത്. കർത്താവ് തൻ ഗംഭീര നാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ മധ്യാകാശത്ത് വരുമ്പോൾ അത് നീ കേൾക്കണമെങ്കിൽ നിന്റെ ആത്മാവ് ശുദ്ധീകരിക്കപ്പെടണം. ആത്മാവ് കൊണ്ട് ആരംഭിച്ചതാണെങ്കിൽ അവസാനം വരെ നീ ജീവിക്കുന്ന ഏത് ദിവസമാണോ, ജീവിക്കുന്ന ഏത് നാളുകളാണോ, ആ സമയം വരെ നീ ആത്മാവിൽ നിറയപ്പെടുന്നെങ്കിൽ മാത്രമേ നിന്റെ ആത്മാവിൽ കാഹളം കേൾക്കത്തുള്ളൂ. അല്ലാതെ ചെണ്ട കൊട്ടി വിളിച്ചറിയിക്കുന്നതല്ല ഇത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. രക്തം ചെയ്യും. എന്നെ കേൾക്കുന്ന മാതാപിതാവേ, എന്നെ കേൾക്കുന്ന സഹോദര, ആമേൻ. ജാതി മത വർഗ വർണ്ണ വ്യത്യാസമില്ലാതെ കുടില് തൊട്ട് കൊട്ടാരത്തെ വരെ പാർക്കുന്നവരെ ദൈവം സ്നേഹിക്കുന്നു. ദൈവത്തിന് മുഖപക്ഷമില്ല. ഹല്ലേലൂയ. ദൈവം ആരോടും ജാതി ചോദിക്കുന്നില്ല, നിറം ചോദിക്കുന്നില്ല, വർണ്ണം ചോദിക്കും, വിദ്യാഭ്യാസം ചോദിക്കില്ല, പേര് ചോദിക്കുന്നില്ല, കുടുംബം ചോദിക്കില്ല, തറവാട് ചോദിക്കില്ല, പാരമ്പര്യം ചോദിക്കത്തില്ല, മതം ചോദിക്കത്തില്ല.
നിന്റെ ദൈവം ആരാന്ന് ദൈവം ചോദിക്കത്തില്ല. ഇതൊന്നും ദൈവം ചോദിക്കും. നിന്റെ നിരൂപണം പോലും ദൂരത്തുനിന്ന് ഗ്രഹിക്കുന്നവൻ നീ ഇതൊന്നും പറഞ്ഞു കേൾപ്പിക്കണ്ട, അവന് നമ്മെ നന്നായിട്ട് അറിയാം. പ്രൈസറോ ഹല്ലേലൂയ. നീ മടങ്ങി വരണം. ചിലരുടെയൊക്കെ ഭാവവും രൂപവും ഒക്കെ കണ്ടാലോ, ചിലരുടെ ഭാവി ചില 10 പുത്തൻ കയ്യിലോട്ട് കെട്ടിക്കഴിയുമ്പോഴേ ചിലരുടെയൊക്കെ രൂപഭാവം മാറും. അങ്ങനെയുള്ള ഒരുപാട് ആളുകളെ ഞാൻ ഡെയിലി കാണുന്നുണ്ട്. അവൻ പണ്ടൊന്നുമില്ലായിരുന്നു, ചെറ്റക്കുടലിൽ കിടന്നു. ചെറ്റക്കുടലിൽ കിടന്ന ആളുകൾ പിന്നീട് ദൈവം അവരെ ഉയർത്തി 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 കൊണ്ടുവന്ന് അവര് നല്ല നിലയിൽ ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇപ്പോൾ സാധുക്കളെ കാണുമ്പോൾ പുച്ഛമാ. അല്ലേ, സാധുക്കളെ കാണുമ്പോൾ പുച്ഛമാ. അവരോട് മിണ്ടണ്ട കേട്ടോ, അവരോട് മിണ്ടണ്ട. അല്ലേലുയ, നമുക്ക് കുറച്ചിലാണ് എന്നൊക്കെ നിനക്ക് തോന്നാറില്ലേ? തോന്നിയിട്ടുണ്ട്, എന്നോട് പലരും പറഞ്ഞിട്ടുണ്ട്. പ്രൈസ്. സുവിശേഷ പ്രവർത്തനത്തിന് പോയ സമയങ്ങളിൽ എന്നോട് ചിലർ പറഞ്ഞിട്ട്, പാസ്റ്റേ നമുക്ക് ആ വീട്ടിൽ കയറണ്ട. അല്ലേലുയ എന്ന് പറഞ്ഞാൽ അതൊരു ഓല പേഞ്ഞ വീട്, അല്ലെങ്കിൽ കുറച്ച് സാധാരണക്കാർ വീട്, അവിടെ കയറണ്ട. കാരണം അതിനപ്പുറത്ത് വലിയ ബംഗ്ലാവുണ്ട്, അവിടെ കയറിയാൽ മതി. ഞാനപ്പം പറഞ്ഞിട്ടുണ്ട് കേട്ടോ, ഞാനിവിടെ കയറിയിട്ടേ വരുന്നുള്ളൂ. കർത്താവ് നീതിമാന്മാരെ തേടിയല്ല വന്നത്, പാപികളെ തേടിയാ. ബംഗ്ലാവിനകത്തും സൗദത്തിനകത്തും കൊട്ടാരത്തിനകത്തും ജീവിക്കുന്നവരെല്ലാം നീതിമാന്മാരാ, സമ്പന്നന്മാരാ, പണക്കാരാ, കോടീശ്വരന്മാരാ. എന്ന ചെറ്റക്കുള്ളി താമസിക്കുന്ന അല്ലെങ്കിൽ പാപികളെ തേടിയ, കാണാതെ പോയതിനെ തെരഞ്ഞു വന്നവരെ യേശു. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന മാതാവി പിതാവേ, ആദ്യം ദൈവം ആകാശവും ഭൂമി സൃഷ്ടിച്ചതുപോലെ നിന്റെ ജീവിതത്തിന്റെ ആരംഭം തൊട്ട് അവസാനം വരെ ഇപ്പോൾ നിൽക്കുന്ന സാഹചര്യം വരെയും യേശു നിന്നോട് കൂടെ ഉണ്ടോ? പ്രൈസറോ. നമുക്ക് യേശുവിനെ കൂടാതെ ഒന്നും ചെയ്യരുത് കേട്ടോ. അപ്പൊ ഇവിടെ ദൈവത്തിന്റെ വചനം വായിക്കും കാണുന്നുണ്ട്. ഹല്ലേലൂയ. അവൻ നിങ്ങളെ ഒരിക്കലും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. കർത്താവ് നിങ്ങളെ ഒരിക്കലും കൈവിടത്തില്ല. എബ്രായ ലേഖനം 13-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യം, ഞാൻ നിങ്ങളെ ഉപേക്ഷിക്കുകയില്ല, കൈവിടുകയില്ല. കർത്താവിനെ കൈവിടുകയില്ല, ഉപേക്ഷിക്കില്ല. ഒരിക്കലും നമ്മെ കൈവിടാതെ ഉപേക്ഷിക്കാതെ നമ്മെ മാറോട് ചേർത്ത് പിടിക്കുന്നവൻ യേശുവ. മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായത്തിന്റെ 20-ാമത്തെ വാക്യം, ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിന്നോട് കൂടെയുണ്ട്. കണ്ടോ, നമ്മുടെ ജീവിതത്തിന്റെ ആരംഭം തൊട്ട് ലോകാവസാനം വരെ. നീ മരിച്ചാലും അല്ലേ, ലോകാവസാനം വരെ നമ്മൾ കാണത്തില്ല കേട്ടോ. അതിന് മുമ്പേ നമുക്ക് മരണം വരും. പ്രൈസലോ. അപ്പം നമ്മൾ കർത്താവ്, ഞാൻ ലോകാവസാനത്തോടെ എല്ലാ നാളും നിങ്ങളോട്, എല്ലാ നാളെന്ന് പറഞ്ഞാൽ ഒരു സെക്കൻഡ് പോലും ഒഴിവില്ലാതെ നമ്മുടെ കർത്താവ് നമ്മുടെ കൂടെ കാണുമെന്ന്. ഞാൻ ആ വാക്യമൊക്കെ വായിക്കുമ്പോൾ ഞാൻ ഈ ടൗണുകളിലുമൊക്കെ നമ്മൾ യാത്ര ചെയ്യുന്നവരാണല്ലോ. പലതും നമ്മൾ കാണുന്നതല്ലേ, പലതും കേൾക്കുന്നതല്ലേ. അപ്പം ഞാൻ കർത്താവ് ലോകാവസാനത്തോളം അങ്ങ് കൂടെ ഉണ്ടല്ലോ, അതുകൊണ്ട് ഒഴിഞ്ഞു പോകേണ്ട സ്ഥാനത്തിന് ഒഴിഞ്ഞു പോകാൻ നിർദ്ദേശിക്കണമെന്നൊക്കെ പറയാറുണ്ട്. അല്ലെങ്കിൽ എല്ലാം നമുക്ക് അനുഭവിച്ചു വേണ്ടതേ, എല്ലാം നമുക്ക് പറ്റിയതല്ലേ. അശുദ്ധമായതിനെ തുടരുത്, അശുദ്ധമായതിനെ നോക്കരുത്, അശുദ്ധമായ വഴിയുടെ നീ പോകരുത്. അല്ലേ, ദൈവം വെറുക്കുന്ന പാപം, ദൈവം വെറുക്കുന്ന മേഖലകളിലൂടെ നീ യാത്ര ചെയ്യരുത്. രക്തം ചെയ്യും. പ്രൈസറോ. എന്നാൽ മനുഷ്യന് മുഴുവൻ അതാ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അല്ലേ. ഇവിടെ സ്നേഹപൂർവ്വം നിങ്ങളോട് കർത്താവ് പറയുകയാണ്, ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട്. ഞാൻ നിങ്ങളോട് കൂടെ ഇരുന്ന് സ്നേഹപൂർവ്വം വഴി നടത്തും. അതെ, നമ്മെ സ്നേഹപൂർവ്വം വഴി നടത്തുന്നവൻ. ഹല്ലേലൂയ. ഒരു പിതാവ് തന്റെ കുഞ്ഞിനെ കൈപിടിച്ച് നടത്തുന്നത് പോലെ നമ്മെ നമ്മുടെ ദൈവം കൈപിടിച്ച് നടത്തുന്നവനാണ്. സ്തോത്രം. ഹല്ലേലൂയ. നീ ദൈവസന്നിധിയിലേക്ക് ഇതിനെ വിട്ടുകൊടുക്കുന്നെങ്കിൽ അവന്റെ അദൃശ്യമായ കരം നിന്റെ കരങ്ങൾ പിടിച്ചിരിക്കും. രക്തം ചെയ്യും. വഴി ഇതിനെ എന്ന് പറഞ്ഞ് നടത്തുവാൻ അവൻ ശക്തനാണ്. പ്രൈസലോൺ. നമുക്ക് മുമ്പ് കഴിഞ്ഞുപോയ അനവധി ഭക്തന്മാരുണ്ട്, അനവധി വിശുദ്ധന്മാരുണ്ട്. ആദിമസഭയുടെ ചരിത്രം പഠിച്ചാൽ അനവധി വിശുദ്ധന്മാർ കർത്താവിന് വേണ്ടി രക്തസാക്ഷിത്വം വരിച്ചവരുണ്ട്. അപ്പോസ്തലനായിരിക്കുന്ന ആമേൻ അലിയ പൗലോസ് അടക്കം, യേശു തെരഞ്ഞെടുത്ത അപ്പോസ്തലന്മാർ, ശിഷ്യന്മാരടക്കം പലരും ആദിയിൽ പറഞ്ഞ അവരുടെ ജീവിതത്തിന്റെ ക്രിസ്തു അവരെ സന്ദർശിച്ച നാള് തൊട്ട് അവരോരോരുത്തരും രക്തസാക്ഷിയായി മാറുന്നിടം വരെ അവർ ക്രിസ്തുവിനോട് സമർപ്പിക്കപ്പെട്ടവരാ. ഹല്ലേലൂയ. ഈ നമുക്ക് മുമ്പേ കടന്നുപോയ അനവധി വിശുദ്ധന്മാരുണ്ട്. അവരെ കുറിച്ച് പഠിച്ചാൽ ഇപ്പൊ നമ്മുടെ ഭാരതത്തെ കുറിച്ച് നമ്മൾ പഠിച്ചാൽ മതി. ഹല്ലേലൂയ. കർത്താവിന് വേണ്ടി നിലകൊള്ളുന്ന നമുക്കറിയാം, അനവധി വിദേശ രാജ്യങ്ങൾ നോക്കിയാട്ട് ക്രിസ്തുവിനെ ധരിച്ചതുകൊണ്ട്, ക്രിസ്തുവിനെ സ്നേഹിച്ചതുകൊണ്ട്, ക്രിസ്തുവിന്റെ കൈ പിടിച്ചതുകൊണ്ട്, ക്രിസ്തു അവരുടെ കൈയെ പിടിച്ചതുകൊണ്ട്
ക്രിസ്തുവിനെ ഏറ്റുപറഞ്ഞുകൊണ്ട് ക്രൈസ്തവൻ എന്ന വിശ്വാസം ഉള്ളിൽ വന്നതുകൊണ്ട് എത്രയോ ആളുകളാണ് അങ്ങനെ ഓരോ ദിവസവും രക്തസാക്ഷിത്വം ഭരിക്കുന്നത്. സഹോദര സഹോദരി, ഞങ്ങൾ രക്തസാക്ഷിത്വം ഭരിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ആത്മാവ് നിത്യതയിലെത്തും. പക്ഷെ നീ എവിടെ എത്തുന്നറിയോ? നീ ഒന്ന് നിത്യ നരകത്തിലേക്ക് എത്തും. നീ ആ നരകക്കടലിലെത്തും, നരകാഗ്നിയിലെത്തും. നിനക്കൊരിക്കലും മോചനമില്ല. ദൈവം തെരഞ്ഞെടുത്ത ദൈവത്തിന്റെ അഭിഷക്തന്മാരുടെ മേൽ കൈവെക്കുന്ന ഒരു കുടുംബവും അനുഗ്രഹിക്കപ്പെടത്തില്ല, ഒരു വ്യക്തികളും ഒരു രാജ്യവും അനുഗ്രഹിക്കപ്പെടത്തില്ല. എൻ്റെ ഏരിയ നമ്മൾ കണ്ടു കഴിഞ്ഞ ചില നാളുകൾക്കും 2020 ലോകം മുഴുവൻ കൊറോണ. എൻ്റെ ഏരിയ കേരളത്തിൽ കണ്ട് 2018 അല്ല ജലപ്രളയം. അത് രാജ്യത്തിന്റെ ലോക രാജ്യങ്ങളുടെ വിവിധ ഭാഗങ്ങളിൽ ജലപ്രളയം വന്നത് കണ്ടു. എൻ്റെ ഏരിയ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടില്ലേ, വലിയൊരു കൊടുങ്കാറ്റടിച്ചപ്പോൾ വൃത്തനെ 50 അടി ഉയരത്തിൽ പറത്തിക്കൊണ്ടുപോയി അദ്ദേഹം ചെയ്ത് വയലിൽ വീണു. ഒരു കൊടുങ്കാറ്റ് വന്നപ്പോഴേ ഒരു വൃത്തനായ മനുഷ്യൻ പെരയുടെ മേൽക്കൂര പൊക്കിയെടുത്തുകൊണ്ട് പറന്ന് ആ മനുഷ്യനെ 50 അടി ഉയരത്തിൽ പറത്തി ഒരു പാടത്ത് കൊണ്ടിട്ടു. എന്നിട്ടും മനുഷ്യൻ പഠിക്കുന്നില്ല. ഇതൊക്കെ സംഭവിച്ചിട്ട് മനുഷ്യൻ പഠിക്കുന്നില്ല. എന്തുകൊണ്ടോ? അവൻ ജീവിതത്തിൽ ക്രിസ്തുവില്ലാതെ ഈ ലോകത്തിന്റെ ഇഷ്ടപ്രകാരം ജീവിക്കുന്ന ദൈവത്തിന്റെ ന്യായവിധിക്കരം അവിടെ എവിടെയായി വെളിപ്പെടുമ്പോൾ എന്നെ കേൾക്കുന്ന റോഹാവി, നീ അതിനകത്ത് വീണു പോകാതിരിക്കണമെങ്കിൽ ക്രിസ്തുവിനോടൊപ്പം തുടങ്ങണം. പ്രൈസലോ. ഞാൻ ആ വീഡിയോ കണ്ടു കേട്ടോ. 50 അടി ഉയരത്തിലൊരു മനുഷ്യന് കാറ്റെടുത്തോണ്ട് പോയെന്ന് പറഞ്ഞപ്പോൾ സുഹൃത്ത് നോക്കിയേ, നമ്മളൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഇങ്ങനെയൊക്കെ കാറ്റുകൾ വന്നാൽ നമ്മുടെയൊക്കെ സ്ഥിതി എന്തായിരിക്കും? ചിന്തിക്കണ്ടേ? ദൈവത്തിന്റെ കരങ്ങൾ ഇതിനെ ഏൽപ്പിച്ചിട്ടുണ്ടോ? നിന്റെ കരങ്ങളിൽ ദൈവം പിടിച്ചിട്ടുണ്ടോ? ശ്രോതാവേ, അല്ലെങ്കിൽ നിന്റെ കരങ്ങളിൽ ആരാ പിടിച്ചിരിക്കുന്നത്? മനുഷ്യൻ എന്തായി ഇപ്പം കൊട്ടിഘോഷിക്കുന്ന അസഭ്യ വാക്കുകൾ, റോഡിലൂടെ യാത്ര ചെയ്യാൻ കഴിയാത്ത വിധത്തിൽ അസഭ്യ വാക്കുകൾ, ചിന്തകൾ, പ്രതികാരത്തിന്റെ വാക്കുകൾ, പ്രതികാരത്തിന്റെ ധ്വനികൾ, രാഷ്ട്രീയ പ്രേരിതമായ പ്രതികാരം ഉണ്ടാക്കുന്ന, മനുഷ്യനെ വെറുപ്പിക്കുന്ന, മനുഷ്യന്റെ ആത്മാക്കളോട് പോരാടുന്ന, മനുഷ്യനെ തിന്നുകളയുന്ന പ്രതികാരത്തിന്റെ വാക്കുകളുടെ പ്രകടനങ്ങളായി ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രൈസയുടെ അല്ലേരിയ. അതുകൊണ്ടൊന്നും നിനക്ക് നേട്ടമില്ല കേട്ടോ. നിന്നോടൊരു ദിവസം കണക്ക് ചോദിക്കും ദൈവം. അല്ലേരിയ. അപ്പൊ ആദിയിൽ ദൈവം ആകാശവും എന്ന ഭാഗം നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ കർത്താവ് ആദ്യം ആകാശമാകുന്ന സ്വർഗം നിങ്ങൾക്കുള്ളിൽ സൃഷ്ടിക്കുവാൻ ആരംഭിക്കുന്നു. എൻ്റെ ഏരിയ കർത്താവ് ആദിയിൽ ആകാശഭൂമി എന്ന് പറഞ്ഞ പോലെ നിങ്ങളുടെ ഉള്ളിൽ ആദിയിൽ ആ സ്വർഗത്തിന്റെ അനുഭവം സൃഷ്ടിപ്പാൻ ദൈവം ആഗ്രഹിക്കുക. നിന്റെ ഹൃദയത്തിനുള്ളിൽ സ്വർഗം ഉണ്ടായിരിക്കണം. നിന്റെ ജീവിതത്തിൽ സ്വർഗം ഉണ്ടായിരിക്കണം. എൻ്റെ ഏരിയ. അപ്പം നിങ്ങളുടെ ഉള്ളിൽ ആ സ്വർഗം സൃഷ്ടിക്കുവാൻ കർത്താവ് ആഗ്രഹിക്കും. മുമ്പേ അവന്റെ രാജ്യനീതി അന്വേഷിക്കാനാണ് കർത്താവിനെ. നിന്റെ ഉള്ളില് ആ സ്വർഗം സൃഷ്ടിക്കണമെങ്കിൽ മുമ്പേ അവന്റെ രാജ്യനീതി അന്വേഷിക്കണമെന്നാണ്. ക്രൈസ്തവോ. മത്തായിയുടെ സുവിശേഷം വായിക്കും 6:33 മുമ്പേ അവന്റെ രാജ്യനീതിയും അന്വേഷിപ്പീൻ, അതോടുകൂടെ ഇതൊക്കെയും നിങ്ങൾക്ക് കിട്ടും. മുമ്പേ നിങ്ങൾ ഈ ലോകത്തിൽ എഴുതിയിട്ട് മറ്റെന്തെങ്കിലും അന്വേഷിക്കുമ്പോൾ കർത്താവിനെ കുറിച്ച് അന്വേഷിക്കണം. അല്ലേ? അങ്ങനെ നിങ്ങൾ കർത്താവിനെ കുറിച്ച് അന്വേഷിക്കുമ്പോൾ ആദിയിൽ ആകാശവും ഭൂമി സൃഷ്ടിച്ച കർത്താവ് നിന്റെ ഹൃദയത്തിൽ, നിന്റെ ജീവിതത്തിൽ ആ സ്വർഗം സൃഷ്ടിക്കും. അങ്ങനെയൊക്കെ പറഞ്ഞാൽ മനസ്സിലാകുന്നുണ്ടല്ലോ അല്ലേ? വലിയ സ്തോത്രം. ഇപ്പൊ നമ്മൾ ദൈവത്തിന് വേണ്ടി ഒരാളുടെ ഇന്നും കർത്താവ് സ്വർഗത്തെയും അല്ലുയ ദൈവകൃപയും അല്ലുയ ദൈവരാജ്യത്തിന്റെ മഹത്വം നിന്റെ ഉള്ളിൽ പകരാൻ ആഗ്രഹിക്കുകയാണ്. കർത്താവ് നിങ്ങളുടെ ഉള്ളില് സ്വർഗീയ അനുഭവത്തെ, ദൈവിക നന്മയെ, അല്ലേലൂയ ദൈവരാജ്യത്തിന്റെ അനുഭവത്തെ നിന്റെ ഉള്ളിൽ പകരാൻ ആഗ്രഹിക്കും. പ്രവേശ ആദിയിൽ ദൈവം ആകാശവും ഭൂമി സൃഷ്ടിച്ചതുപോലെ ഇതുപോലൊരു ആദി നിന്റെ ജീവിതത്തിൽ ആ സ്വർഗരാജ്യത്തിന്റെ സന്തോഷം നിന്റെ ഉള്ളിൽ പകരാൻ കർത്താവ് ആഗ്രഹിക്കുക. സ്തോത്രം. നിങ്ങളതിന് തയ്യാറായിട്ടുണ്ട്. ഇവിടുത്തെ പണത്തിന് വേണ്ടി, പെണ്ണിന് വേണ്ടി, പൊന്നിന് വേണ്ടി, മണ്ണിന് വേണ്ടി, ദിവ്യാഗ്രഹത്തിന് വേണ്ടി, സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി, കസേരയ്ക്ക് വേണ്ടി അല്ലേലും നെട്ടോട്ടം ഓടുന്ന ശ്രോതാവി, അതിനുവേണ്ടി തിടുക്കം കൂട്ടുന്ന സഹോദര, അതിനുവേണ്ടി പലരെയും കാര്യമാരിയ ശ്രോതാവി, പലരെയും ചതിവിൽ അകപ്പെടുത്തിയവനെ,
ആമീൻ. പലതും നേടിയെടുക്കാൻ വേണ്ടി പലരെ ഇല്ലായ്മ ചെയ്തിട്ടുള്ള പ്രിയ സഹോദരങ്ങളോട് പറയട്ടെ, ദൈവം നിന്നെ ന്യായം വിധിക്കുമ്പോൾ ദൈവത്തിന്റെ ന്യായവിധി കോടതിയിൽ നിന്ന് നിനക്ക് തെറ്റി ഒഴിഞ്ഞു പോകാൻ കഴിയില്ല. പ്രൈസ് ദി ലോർഡ്. ആമേൻ, ആമേൻ, ആമേൻ. ദൈവം നല്ലവനാണ്. ദൈവം നല്ലവനാണ്. ദൈവം വിശ്വസ്തനാണ്. നല്ലവനെന്ന് പറയുവാൻ യേശു മാത്രമേ ഉള്ളൂ. വിശ്വസ്തനെന്ന് പറയുവാൻ യേശു മാത്രമേ ഉള്ളൂ. ഹല്ലേലൂയ. യേശുവിനെ പോലെ നല്ലവനും വിശ്വസ്തനും ഉലകത്തിൽ ഒരു മനുഷ്യനുമില്ല. ഒരു ഉലക നേതാവില്ല, ഒരു മതവും ഇല്ല, ഒരു മത നേതാവും ഇല്ല. ഹല്ലേലൂയ. നമ്മുടെ യേശു വിശ്വസ്തനാണ്, നല്ലവനാണ്. ഏത് സമയത്തും വിശ്വസിക്കാം. ഏത് അർദ്ധരാത്രിയിലും നമ്മുടെ യേശുവിനെ വിശ്വസിക്കാം. കൈവിടുന്നവനല്ല. പ്രൈസ് ദി ലോർഡ്. നമ്മെ ചേർത്ത് പിടിക്കുന്നവനാണ്. രക്തം ചെയ്യും. അപ്പൊ ഇവിടെ നാം ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, ഹല്ലേലൂയ, ആദ്യം കർത്താവ് ആകാശത്തെ സൃഷ്ടിച്ചു. മാത്രമല്ല, ആകാശവിധാനത്തിൽ ദൈവം ഗ്രഹങ്ങളെ ഉണ്ടാക്കുവാൻ തീരുമാനിച്ചു. ഹല്ലേലൂയ. ഗ്രഹങ്ങളെ ഉണ്ടാക്കുവാൻ തീരുമാനിച്ചു. അങ്ങനെ ദൈവം ആകാശവിധാനത്തിൽ സൂര്യനെ സൃഷ്ടിച്ചു, ചന്ദ്രനെ സൃഷ്ടിച്ചു, നക്ഷത്രങ്ങളെ സൃഷ്ടിച്ചു. ഹല്ലേലൂയ. ഇവയെല്ലാം സൃഷ്ടിക്കപ്പെട്ടു. ഹല്ലേലൂയ. അതിനുശേഷം ഹല്ലേലൂയ ഭൂമിപരമായ സകല കാര്യങ്ങളെയും, പക്ഷി പറവജാതികളെ, സസ്യാദികളെ, മൃഗങ്ങളെ എല്ലാം ദൈവം സൃഷ്ടിച്ചു. ഹല്ലേലൂയ. അപ്പൊ എല്ലാം ദൈവം സൃഷ്ടിച്ചു. ആദിയിൽ ദൈവം എല്ലാം സൃഷ്ടിച്ചു. ഉൽപ്പത്തി പുസ്തകം 1 വായിച്ചാൽ മതി. എല്ലാം സൃഷ്ടിച്ച 6-ാം ദിവസം അതിന്റെ മേലൊക്കെ അധികാരത്തോടുകൂടി വാഴുവാൻ ദൈവം തന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചു. നിലത്തെ പൊടി കൊണ്ട് മനുഷ്യനെ സൃഷ്ടിച്ച് അവന്റെ ശ്വാസം നമ്മുടെ ഉള്ളിൽ ഊതി നമ്മൾ ജീവനുള്ള ദേഹിയായി മാറി എല്ലാത്തിനെയും അടക്കി വാഴുവാൻ. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ എല്ലാത്തിനെയും അടക്കി വാഴുവാൻ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച ആ മനുഷ്യൻ ആദമിനൊരു ഗാഠനിദ്ര വരുത്തി അവന്റെ ഭാര്യയിലുകൾ ഒന്നെടുത്ത് അവനൊരു തുണയുണ്ടാക്കി, ഒരു നരിയുണ്ടാക്കി. അപ്പോൾ അവരെ രണ്ടുപേരായി, ആണും പെണ്ണും, ഭാര്യയും ഭർത്താവും. എന്നാൽ ദൈവകൽപ്പന ലംഘിച്ച് കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? ആദിയിലുണ്ടായിരുന്ന സ്നേഹം, ആദമിനും ഔവയ്ക്കും ആദിയിലുണ്ടായിരുന്ന സ്നേഹം, അവരുടെ ഉള്ളിലെ സ്വർഗ സമാനമായ അനുഭവം, ആ സ്വർഗീയ സന്തോഷം, ആ സ്വർഗീയ കരുണയും കൃപയും, ആ ദൈവ സാന്നിധ്യവും, ആ ദൈവരാജ്യത്തിന്റെ അനുഭവമെല്ലാം അവരുടെ ഉള്ളിൽ നഷ്ടപ്പെട്ടു പോയി പാപം ചെയ്തപ്പോൾ. സഹോദരൻ, എന്നെ കേൾക്കുന്ന മാതാവ് പിതാവേ, പാപം ചെയ്യുന്ന ദേഹി മരിക്കുമെന്ന് എസ്കേൽ 18 പറയുന്നുണ്ട്. നീ പാപം ചെയ്യുമ്പോൾ നിന്റെ ജീവിതത്തിൽ ദൈവ സാന്നിധ്യമില്ല കേട്ടോ. നീ പാപം ചെയ്യുമ്പോൾ, നീ പാപിയായി ജീവിക്കുമ്പോൾ നിന്റെ ഉള്ളിൽ ദൈവ സാന്നിധ്യമില്ല. ചില ആളുകൾ പറയും, ഒരു ഫെഗ് അടിച്ചില്ലെങ്കിൽ എഴുന്നേക്കാൻ പറ്റത്തില്ല, പോളാവൂ എന്ന് പറയണ്ടേ അന്നേരം അല്ലേ? സഹോദരൻ, ഒരു ഫെഗ് അടിച്ചില്ലെങ്കിൽ എഴുന്നേക്കാൻ പറ്റത്തില്ല. ചുമ്മാ പറയുന്ന സഹോദരൻ, ചുമ്മാ പറയുന്ന. അങ്ങനെ പറഞ്ഞാൽ ഒരിക്കലും സമ്മതിക്കാൻ പറ്റില്ല. അത് നിന്റെ അഭിനയം. കാരണം 25 വർഷം മദ്യം കുടിച്ചും തലയിൽ ഊറ്റി നടന്ന ഞാൻ ഒറ്റ ദിവസം കൊണ്ട് മദ്യപാനം തന്നെ. എനിക്കൊരു ഫെഗ് അടിക്കണമെന്ന് ഞാൻ പറഞ്ഞില്ല. പ്രേസറോ അല്ലെങ്കിൽ ഒറ്റ ദിവസം കൊണ്ട് പുകവലി നിർത്തി. ഒറ്റ ദിവസം കൊണ്ട് കഞ്ചാവട്ടി, ചരസ്, കറുപ്പ് ഇവയെല്ലാം നിർത്തി. പ്രേസം മയക്കുമരുന്നുകളെല്ലാം നിന്നത് ഒറ്റ ദിവസം കൊണ്ട്. പിന്നെ കാലങ്ങളായിട്ട് ചട്ടമായിട്ട് ആ വേലയെ നിർത്താമെന്ന്, പടിപടിയായിട്ട് നിർത്താമെന്നൊന്നുമല്ല. വേണ്ട എന്ന് വെച്ചാൽ വേണ്ട. ദൈവരാജ്യം നിന്റെ ഉള്ളിൽ സ്ഥാപിക്കുവാൻ, ആദിയിൽ എന്ന് പറഞ്ഞ നിന്റെ ഉള്ളിൽ ദൈവരാജ്യം സ്ഥാപിക്കാൻ നീ ആഗ്രഹിക്കുന്നെങ്കിൽ സകലത്തിനെയും വെറുക്കുവാൻ ഒറ്റ നിമിഷം മതി. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ നമുക്ക് കഴിയണം കേട്ടോ. ഹല്ലേലൂയ. അപ്പം ദൈവം എല്ലാം സൃഷ്ടിച്ചു. ഹല്ലേലൂയ. നാം പ്രാർത്ഥിക്കുമ്പോൾ ആകാശത്തെ അഥവാ സ്വർഗത്തെ മുൻനിർത്തിക്കൊണ്ട് സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവി എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കണമെന്ന് യേശു ശിഷ്യന്മാരെ പഠിപ്പിച്ചു. യേശു ശിഷ്യന്മാരെ പഠിപ്പിച്ചെന്താ? ശിഷ്യന്മാർ പറഞ്ഞു, ഞങ്ങളെ ഇവിടെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണം. യേശു പറഞ്ഞു, നിങ്ങൾ പ്രാർത്ഥിക്കും, സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവി. അപ്പൊ സ്വർഗസ്വനായ, സ്വർഗത്തിൽ വസിക്കുന്ന, സ്വർഗത്തിൽ അമ്മയുള്ള, അപ്പം സ്വർഗസ്വനായ ദൈവമേ, സ്വർഗസ്വനായ പിതാവേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കണം. ഇവിടെ യേശു ക്രിസ്തു എലോഹീം, യഹോവയെ അഥവാ സ്വർഗീയ പിതാവ്, ഹല്ലേലൂയ, സ്തോത്രം എന്നൊക്കെ അറിയപ്പെടുന്നു. ഇവിടെ യേശുക്രിസ്തുവിനെ, പുതിയ നിയമത്തിൽ യേശുക്രിസ്തുവിനെ എലോഹീം, ഹല്ലേലൂയ, അഥവാ സ്തോത്രം
എലോഹിം അഥവാ യഹോവയെ, ഹല്ലേലൂയ, സ്വർഗീയ പിതാവ് എന്നൊക്കെ നമുക്ക് പഠിക്കാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഇവിടെ നാം ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് സ്വർഗീയ പിതാവ് എന്ന വാക്ക് പഴയ നിയമത്തിൽ ഒരിക്കൽ പോലും വന്നിട്ടില്ല. സ്വർഗീയ പിതാവ് എന്നുള്ളത് പഴയ നിയമത്തിൽ ഒരിക്കൽ പോലും വന്നിട്ടില്ല. അല്ലെ, ഇസ്രായേൽ മക്കൾ ഭൂരിഭാഗവും സമയവും അവനെ ന്യായവിധിയുടെ ദൈവമായി കണ്ടു. സീനായി പർവ്വതത്തിൽ കർത്താവ് വന്നിറങ്ങിയ കാഴ്ച അവർ കണ്ട് ഭയന്ന് വിളച്ചു. ഈ പഴയ നിയമം പഠിക്കുമ്പോൾ നമ്മുടെ കർത്താവിനെ ഇസ്രായേൽ കണ്ടതെല്ലാം ന്യായവിധിയുടെ ദൈവമായിട്ടാണ്. സീനായിൽ അവൻ ഇറങ്ങിയത് കണ്ടപ്പോൾ ഇസ്രായേൽ ഭയന്ന് വിറച്ചു. എന്നാൽ പുതിയ നിയമത്തിൽ വന്നപ്പോൾ നമ്മൾ ന്യായവിധിയുടെ ദൈവത്തെ അല്ല കാണുന്നത്. ഹല്ലേലൂയ, നമ്മൾ ആ സ്വർഗീയ പിതാവിനെ കാണുന്നത്. അതുകൊണ്ടാണ് സ്വർഗീയ പിതാവേ എന്ന് വിളിച്ച് ഞാൻ നിങ്ങൾ പ്രാർത്ഥിക്കുന്നത്. കാരണം സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ ഒറ്റ ദൈവമേ ഉള്ളൂ. സ്വർഗീയ പിതാവെന്ന് പറയുന്ന ഒറ്റയാണ്. ഒരുപാട് പിതാക്കന്മാരില്ല കേട്ടോ, ഒരുപാട് സ്വർഗീയ പിതാവില്ല. സ്വർഗാദി സ്വർഗത്തിൽ വസിക്കുന്ന യേശു ക്രിസ്തു മാത്രം സ്വർഗീയ പിതാവ്, അല്ലാതെ വേറെ സ്വർഗീയ പിതാവ് ഇല്ല. അതുകൊണ്ടാണ് നമ്മൾ സ്വർഗീയ പിതാവ് എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നത്. പഴയ നിയമത്തിൽ ന്യായവിധിയുടെ ദൈവമായത്, പുതിയ നിയമത്തിൽ കരുണയുടെ, കൃപയുടെ, ഹല്ലേലൂയ, സ്നേഹത്തിന്റെ, മനസ്സലിവിന്റെ സ്വർഗീയ പിതാവ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്ക് കർത്താവാ വലുത് കേട്ടോ. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ എന്നാൽ പുതിയ നിയമത്തിൽ ദൈവമക്കളായ നാമോ ആ സൃഷ്ടാവിലേക്ക് സ്നേഹപൂർവ്വം നോക്കിക്കൊണ്ട് സ്വർഗീയ പിതാവി എന്ന് അല്ലെങ്കിൽ വാത്സല്യത്തോടും പ്രിയത്തോടും കൂടെ വിളിക്കുക. അപ്പാ പിതാവി എന്ന് വിളിക്കുന്ന പുത്രത്തിന്റെ ആത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയത്തിൽ തന്നു. ഹല്ലേലൂയ. റോമാലേഖനം 8:15 വായിച്ചാൽ കാണാൻ കഴിയും. അപ്പാ പിതാവി എന്ന് വിളിക്കുന്ന പുത്രത്വത്തിന്റെ ആത്മാവിനെ നമ്മുടെ ഉള്ളിൽ കർത്താവ് തന്നു. പ്രൈസ് ദി ലോർഡ്. ഇസ്രായേൽ മക്കൾ എന്താ കണ്ടത്? ന്യായവിധിയുടെ ദൈവത്തെയാ. പുതിയ നിയമസഭ എന്താ കാണുന്നത്? അപ്പാ പിതാവി എന്ന് വിളിക്കുന്ന പുത്രത്തിന്റെ ആത്മാവിനെ നമ്മുടെ ഉള്ളിൽ തന്നിട്ട് കർത്താവോടെ നീ പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗീയ പിതാവ് എന്ന് പറഞ്ഞ് ആരംഭിക്കണം. നിന്റെ പ്രാർത്ഥനയുടെ തുടക്കത്തിൽ, ആരംഭത്തിൽ, ആദിയിൽ എന്ന് പറഞ്ഞവരെ പ്രാർത്ഥനയുടെ തുടക്കത്തിൽ, ആരംഭത്തിൽ സ്വർഗീയ പിതാവി എന്ന് പറഞ്ഞാൽ വേറെ സ്വർഗീയ പിതാവി ഇല്ലെന്നാണ്. സ്തോത്രം. അപ്പൊ സ്വർഗീയ പിതാവി എന്ന് വിളിച്ച് പ്രാർത്ഥിക്കണം. അപ്പൊ ഗലാത്യലേഖനം 4:6 നമ്മൾ വായിച്ച് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഹല്ലേലൂയ. ആമേൻ. ഇത് തന്നെ കാണാൻ കഴിയും. എന്നെ കേൾക്കുന്നവർ സകലവും സൃഷ്ടിച്ച ശ്രേഷ്ഠമായി നടത്തുന്ന, ഹല്ലേലൂയ, സ്തോത്രം, നമ്മുടെ കർത്താവ്. ഹല്ലേലൂയ. ഈ നാളുകൾ മുഴുവൻ നിങ്ങളുടെ കൂടെ ഇരിക്കട്ടെ. ഭൂമിയിൽ ഒരു ദിവസമേ ജീവിക്കാൻ അവസരം കിട്ടിയുള്ളെങ്കിലും സ്വർഗീയ ഗുണം നിന്റെ ഉള്ളിലുണ്ടായിരിക്കണം. സ്വർഗത്തിന്റെ സന്തോഷം നിന്റെ ഉള്ളിലുണ്ടായിരിക്കണം. സ്വർഗീയ പിതാവിന്റെ അനുഭവത്തിൽ നീ ജീവിക്കണം. ഹല്ലേലൂയ. അപ്പൊ നമ്മൾ ദൈവത്തിന്റെ വചനത്തിലേക്ക് വരണം. അതുകൊണ്ട് നമ്മൾ യെശയ്യാ പ്രവാചകന്റെ പുസ്തകമൊക്കെ വായിക്കുമ്പോൾ കാണുന്നുണ്ട്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 54-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യം വായി ഇങ്ങനെ കാണുന്നുണ്ട്: നിന്റെ സൃഷ്ടാവാകുന്നു നിന്റെ ഭർത്താവ്. വചനം പറയുകയാണ്, നിന്റെ സൃഷ്ടാവാകുന്നു നിന്റെ ഭർത്താവ്. ഹല്ലേലൂയ. സൈന്യങ്ങൾ യഹോവ എന്നാകുന്നു അവന്റെ നാമം. ഇസ്രായേലിന്റെ പരിശുദ്ധനാകുന്നു നിന്റെ വീണ്ടെടുപ്പുകാരൻ, സർവഭൂമിയുടെയും ദൈവം എന്ന് അവൻ അരുളിച്ചെയ്യും. അവൻ വിളിക്കപ്പെടും. അപ്പം സർവഭൂമിയുടെയും ദൈവം ആരാ? നമ്മൾ വിളിക്കുന്ന സൃഷ്ടാവായിരിക്കുന്ന, നമ്മുടെ ഭർത്താവായിരിക്കുന്ന, ഇസ്രായേലിന്റെ ദൈവമായിരിക്കുന്ന യഹോവയായി ദൈവം, വീണ്ടെടുപ്പുകാരനായിരിക്കും ദൈവം, സർവഭൂമിയുടെയും ദൈവമാണ്. അപ്പം നീ അവനെ അനുഗമിക്കണം. നിന്റെ ജീവിതത്തിന്റെ തുടക്കം തൊട്ട് അവസാനം വരെ അവനുമായിട്ട് യാത്ര ചെയ്യണം കേട്ടോ. ഇന്ന് പകലിനെ കേൾക്കുന്ന മാതാപിതാ, അവരെ കൂടി അതിനെ ഓർപ്പിക്കട്ടെ. നിന്റെ ജീവിതത്തിന്റെ തുടക്കത്തിൽ തൊട്ട് അവസാനം വരെ യേശുണ്ട്. പ്രൈസ് ദി ലോർഡ്. അതോ അല്പനേരത്തേക്ക് നീ യേശുവിനെ മാറ്റി വെക്കുന്നുണ്ടെങ്കിൽ സ്തോത്രം. ചിലരൊക്കെ അങ്ങനെ, ചിലരൊക്കെ ആവശ്യം വരുമ്പോഴേ യേശുവിനെ വിളിക്കത്തുള്ളൂ. കടം വരുമ്പോൾ, കടക്കണി വരുമ്പോൾ, രോഗം വരുമ്പോൾ, പ്രശ്നം വരുമ്പോൾ, പ്രതിസന്ധി വരുമ്പോൾ, കുടുംബത്തിൽ പ്രശ്നം ഉണ്ടാകുമ്പോൾ, മക്കൾ തന്നിഷ്ടപ്രകാരം ജീവിക്കുമ്പോൾ, ആമീൻ, ഹോസ്പിറ്റലിൽ എത്തുമ്പോൾ പലരും യേശുവിനെ അന്വേഷിക്കുന്നേ. ഹല്ലേലൂയ. പലരും അങ്ങനെ കേട്ടോ. എന്നാൽ അങ്ങനെയല്ല. ജീവിതത്തിന്റെ ആരംഭം തൊട്ട് അവസാനം വരെ, ഇതിന്റെ ജീവിതത്തിന്റെ ആരംഭം തൊട്ട് നിനക്ക് യേശുവിനെ അറിയാൻ കഴിഞ്ഞില്ലെങ്കിൽ, കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഹൃദയം കൊടുത്ത് നീ വീണ്ടെടുപ്പ് പ്രാപിക്കുന്ന നിമിഷം തൊട്ട്, നീ ദൈവത്തിന്റെ മകനായി മകളായി തീരുന്ന ആ സമയം തൊട്ട് നിന്റെ മരണം വരെ, അഥവാ കർത്താവിന്റെ വരവ് വരെ, സ്വർഗീയ പിതാവ് നിന്റെ ഉള്ളിലുണ്ടായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. നിന്റെ ജീവിതത്തിന്റെ തുടക്കമെല്ലാം യേശുവിനെ ആകട്ടെ. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. വായിച്ച വചനം, ആദിയിൽ ദൈവം ആകാശം ഭൂമി സൃഷ്ടിച്ചു.
ആദിയിലെന്ന് തുടങ്ങി അവസാനം ആമേൻ എന്ന് പറഞ്ഞ് പുസ്തകം അവസാനിക്കുമ്പോൾ എന്നെ കേൾക്കുന്ന സ്നേഹിത, ഈ ദൈവം നിന്നോട് കൂടെ മുഴുവൻ ഉണ്ടായിരിക്കട്ടെ. ഈ ദൈവ സാന്നിധ്യം നീ മുഴുവൻ അനുഭവിക്കണം. നിന്റെ കഷ്ടതയിലെ, സങ്കടത്തിലെ, ദുഃഖത്തിലെ, കണ്ണുനീരിലെ, വേദനയിലെ, കടക്കണിയില്, മഹാവ്യാധിയില്, മരണസമാനമായ അനവധി വിഷയങ്ങളില് നീ ഒറ്റപ്പെട്ടു പോകുമ്പോൾ, സങ്കടപ്പെടുമ്പോൾ, നിന്നെ ഒഴിവാക്കും, നിന്നെ വിടക്കെന്ന് പറഞ്ഞ് മാറ്റി നിർത്തും. നിന്നെ ഒഴിവാക്കുമ്പോൾ, നിന്നെ പരിഹസിക്കുമ്പോൾ അതൊന്നും നീ ഓർത്ത് ഭാരപ്പെടരുത്. നിന്നെക്കുറിച്ച് എല്ലാ കളവും പറയുമ്പോൾ, നിന്നെക്കുറിച്ച് എല്ലാ നുണയും പറഞ്ഞ് നിന്നെ സമൂഹത്തിൽ ഇല്ലായ്മയെ ഒറ്റപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ, അങ്ങനെയുള്ള സ്റ്റേജിൽ കൂടി നീ കടന്നു പോകുമ്പോൾ, എല്ലാവരും നിന്നെ ഒഴിവാക്കുമ്പോൾ ഭാരപ്പെട്ടു പോകരുത്. നമ്മുടെ ജീവിതത്തിന്റെ ആരംഭം തൊട്ട് യേശു നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ലോകം നമ്മെ കൈവിട്ടാലും യേശു നമ്മെ കൈവിടത്തില്ല. കണ്ണുകൾ അടച്ചാട്ട് പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന സകല ജനത്തെ, ജാതി മത വർഗ വർണ്ണ വ്യത്യാസമില്ല, കുടുംബ തൊട്ട് കോട്ടാനാക്കി വരെ പാർക്കുന്ന വലിയ ചെറിയ എല്ലാം ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പാപത്തിന്റെ, ശാപത്തിന്റെ, രോഗത്തിന്റെ, ബന്ധനത്തിന്റെ, മദ്യപാനത്തിന്റെ, വെറുപ്പ്, തുറന്നുറപ്പിന്റെ, അശുദ്ധിയുടെ, ദുഷ്കാമത്തിന്റെ, വ്യഭിചാരത്തിന്റെ, തീവ്രവാദത്തിന്റെ, ഭീകരവർഗീയത, രാഷ്ട്രീയത്തിന്റെ കർത്താവേ, നടുവിലൂടെ യാത്ര ചെയ്യുന്ന ജനം മടങ്ങിയൊന്ന് മാനസാന്തരപ്പെട്ട് ചുംബിച്ചേട്ടമായി തീരുവാൻ, ജീവിതത്തിന്റെ ആരംഭം തൊട്ട് അവസാനം വരെ യേശു ക്രിസ്തുവിനോടൊപ്പം ജീവിപ്പാൻ, സ്വർഗ്ഗ പിതാവിനെ ഹൃദയത്തിൽ കർത്താവെ സ്ഥാനം കൊടുത്തുകൊണ്ട് ജീവിപ്പാൻ സകല ജനത്തെ ഒരുക്കണമേ. ഇന്ന് പകൽ 2 വീലർ 3 വീലർ 4 വീലർ ഒക്കെ യാത്രയ്ക്ക് ഹെവി വാഹനം ഓടിക്കുന്നു, കരയിലും കടലും ആകാശമാർക്കും യാത്ര ചെയ്യുന്നവരും വാഹനം ഓടിക്കുന്നവരുണ്ട്. എല്ലാ മേഖലയും ദൈവ സാന്നിധ്യം വഹിക്കണം. കേരളത്തിൽ, ഭാരതത്തിൽ വളരെ ക്രൈസ്തവ പീഡനം, ലോകരാജ്യ ക്രൈസ്തവ പീഡനം വർദ്ധിക്കുമ്പോൾ അതിന്റെ നടുവിൽ ദൈവത്തിന്റെ ദാസിദാസന്മാരെ, ക്രൈസ്തവ ജനത്തെ ദൈവങ്ങളിൽ ഏൽപ്പിക്കുക. കർത്താവർക്ക് കാവലും കാവലും കൃപയായിരിക്കണമേ. ദൈവിക നടത്തിപ്പിനായി സ്തോത്രം. സകല മുഖത്ത് കൊടുക്കണം യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.